ഇന്നലെ അന്തരിച്ച കലാകാരൻ കലാഭവൻ നവാസിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം. വിവരങ്ങളുമായി ഷീന മാട്ടനുണ്ട്. ഷീന, മലയാളികളെ ഏറെ വേദനിപ്പിച്ച ഒരു വേർപാടാണ്. എങ്ങനെയാണ് ചടങ്ങുകൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, കലാഭവൻ നവാസിന്റെ മൃതദേഹം ഇപ്പോഴുള്ളത് ആലുവ ടൗൺ ജുമാ മസ്ജിദിലാണ്. ഇപ്പോൾ ഇവിടെ ജയസൂര്യ അടക്കമുള്ള പ്രമുഖ നടന്മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അവസാനമായി കലാഭവൻ നവാസിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി ആലുവയിലെ വീട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം മന്ത്രിമാരും അതേപോലെ തന്നെ പ്രമുഖരായ നടന്മാരും ഒക്കെ തന്നെ അവിടെ എത്തിച്ചേർന്നിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആലുവ ടൗൺ മസ്ജിദിൽ ഒരു പൊതുദർശനം നടക്കുന്നത്. ശേഷം 6:30 തന്നെയായിരിക്കും ഇവിടുത്തെ ടൗൺ മസ്ജിദിലെ തന്നെ ഖബർസ്ഥാനിലായിരിക്കും ഖബറടക്കം നടത്തുക. വൈകിട്ട് 4 മണി വരെയാണ് ആലുവ 4-ാം മൈലിലെ വീട്ടിലുണ്ടായിരുന്നത്. അതിനുശേഷം 6:30 ഇപ്പോൾ ഉടൻ തന്നെ ഇത്തരത്തിൽ ഖബറടക്കം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം. ഇന്നലെ രാത്രി ഏകദേശം 8:45 ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കലാഭവൻ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ റൂം ബോയ് ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കലാഭവൻ നവാസ് മുറിയിൽ വീണ് കിടക്കുന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയും പെട്ടെന്ന് തന്നെ ചോറ്റാനിക്കരയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. കലാഭവൻ നവാസിന്റെ ഈ അപ്രതീക്ഷിത വിയോഗം വലിയ ഞെട്ടലാണ് സഹപ്രവർത്തകരിലും ഉണ്ടാക്കിയിട്ടുള്ളത്. മിമിക്രി രംഗത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി മലയാളികളെ കുടുകൂടാ ചിരിപ്പിച്ചൊരു നടൻ കൂടിയാണ്. ചോറ്റാനിക്കരയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കലാഭവൻ നവാസ് ആലുവയുമായി ഒരു അടുത്ത ബന്ധവും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആലുവയുടെ മരുമകനായിരുന്നു കലാഭവൻ നവാസ്. ഷൂട്ടിംഗ് ഇടവേളകളിലൊക്കെ തന്നെയും ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാം പൊതുപരിപാടികളിലെല്ലാം സജീവമായിരുന്നു. വടക്കാഞ്ചേരി സ്വദേശിയാണെങ്കിൽ കൂടി തന്നെയും നവാസ് ആലുവ പട്ടേരിപ്പുറത്ത് താമസിക്കുന്ന പിതാവിൻ്റെ സഹോദരിയുടെ വീടുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ആദ്യകാലങ്ങളിലെല്ലാം തന്നെ ആലുവയിലൊക്കെ എത്തിച്ചേർന്നിരുന്നത്. പിന്നീട് പള്ളുരുത്തിയിലാണ് അവിടെ നിന്ന് ആലുവയിൽ സ്ഥിരതാമസമാക്കിയ കൊച്ചിൻ ഹസൈനയുടെ മകൾ രഹനെ വിവാഹം കഴിച്ചതോടുകൂടിയാണ് ആലുവയുടെ മരുമകനായി മാറുന്നത്. ആലുവ ചൂണ്ടി സ്നേഹാലയത്തിന് സമീപമാണ് സ്വന്തമായി ഉള്ള ഒരു വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. നാട്ടിലെ സ്കൂളുകളിലും അതേപോലെ തന്നെ ആലുവയിലെ എല്ലാ ക്ലബ്ബുകളിലുമെല്ലാം കലാപരിപാടികളിലെല്ലാം തന്നെ ഈ ഹാസ്യ നടൻ എന്ന് പറയാവുന്ന സൗമ്യനായ ഈ കലാകാരൻ അതിഥിയായി എത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സ്നേഹാദരവോടുകൂടിയാണ് കലാഭവൻ നവാസിനെ നാട് യാത്രയാക്കുന്നത്. നിരവധി ആളുകളാണ്, നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്, വിവരമറിഞ്ഞ നിമിഷങ്ങൾക്കകം തന്നെ നിരവധി ആളുകളാണ് ആശുപത്രിയിലേക്കടക്കം ഓടിയെത്തിയത്. രാത്രി സമയമായിരുന്നിട്ട് കൂടി ഏകദേശം 11 മണി 12 മണി വരെയും ആശുപത്രിയിൽ ആലുവയിലെ ചോറ്റാനിക്കരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒക്കെ ആളുകൾ തടിച്ചുകൂടിയത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. എപ്പോഴും തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു കലാഭവൻ നവാസ്. നമുക്ക് എല്ലാവർക്കും കലാഭവൻ നവാസിനെ ഓർക്കുമ്പോൾ എത്തരത്തിലാണ് ഓർത്തെടുക്കാൻ സാധിക്കുക? സിനിമയിൽ ചെയ്ത വേഷങ്ങളിലൂടെയും തിയേറ്ററിലൂടെയും ഒക്കെ ടെലിവിഷൻ പരിപാടികളിലൂടെയാണെങ്കിലും സ്വീകരണ മുറിയിലും നമ്മുടെ എല്ലാം സ്റ്റേജ് ഷോകളിലൂടെയും സദസ്സിലുമൊക്കെ ചിരി പടർത്തിയ ഒരു കലാകാരൻ എന്ന നിലയിലായിരിക്കും നമുക്ക് നവാസിനെയൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കുക. ഇപ്പോൾ ഇനി പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് രസങ്ങളെല്ലാം മാറ്റിവെച്ച് ജീവിതത്തിൻ്റെ ഒരു പാതി വഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായി മടങ്ങുകയാണ് നവാസ് എന്ന് പറയേണ്ടി വരും. നാടകവും സിനിമയുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരു കലാഭവൻ എന്ന ചിരി ബ്രാൻഡിന്റെ ഏറ്റവും അനുയോജ്യമായ ഒരു മേൽവിലാസമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ വിട പറയുകയാണ്, അദ്ദേഹത്തിന് വിട നൽകുകയാണ് സിനിമാ ലോകവും മലയാളികളും. ഷീന മാട്ടനാണ് വിവരങ്ങൾ നൽകിയത്. പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്.
നിൽക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഒന്നുകൊടുത്ത് പ്രവേശിക്കേണ്ടതാണ്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.